ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമ്മുടെ പ്രഭാതത്തിനോടനുബന്ധിച്ച് ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മാസ്റ്റർ ശ്രീമതി പൂർണിമ സുരേഷ് അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മേളത്തെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക്. ഹരേ കൃഷ്ണ. ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പ്രഭുപാദ ജയന്തിയാണ്. ആക്ച്വലി ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ഈ പ്രസ്ഥാനം ഹരേ കൃഷ്ണ പ്രസ്ഥാനം ആരംഭിച്ച പൗരാചാര്യയാണ്. ഇന്ന് ജന്മാഷ്ടമി ലോകം മുഴുവൻ ആഘോഷിക്കുന്നു എങ്കിൽ അതിനൊരു കാരണം ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് തന്നെയാണ്. സോ ജന്മാഷ്ടമി ലോകത്തിലെ എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട്. അതേപോലെ പ്രഭുപാദ ജയന്തി ഇന്ന് ലോകത്തിലെ എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫെസ്റ്റിവലാണ് തൃശ്ശൂരിൽ കഴിഞ്ഞ 3 വർഷം നമ്മൾ പ്രഭുപാദ ജയന്തി എന്ന് പറഞ്ഞ് നടക്കുന്നു. ഇത് 3ാമത്തെ വർഷമാണ്. പ്രഭുപാദ് വന്നിട്ട് ഇസ്കോണിൻ്റെ ഫൗണ്ടറാച്ചാണ്. ഇസ്കോൺ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് ആണ്. ആക്ച്വലി പ്രഭുപാദിന് ഒരു വലിയ വിഷൻ ഉണ്ടായിരുന്നു. പ്രഭുപാദ് ഇവിടെ പാശ്ചാത്യ ദേശത്ത് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുയുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് അദ്ദേഹം പാശ്ചാത്യ ദേശത്ത് പോയത്. അവിടെ പോയിട്ട് വെറും 40 രൂപ കൊണ്ടാണ് അദ്ദേഹം ആ രാജ്യത്ത് എത്തിപ്പെട്ടത്. പക്ഷെ തിരിച്ച് അവിടെ ഒരു വലിയൊരു പ്രസ്ഥാനത്തിന് കെട്ടിപ്പടുത്തി. പ്രഭുപാദ് ആദ്യമായിട്ട് ഈ പ്രസ്ഥാനം ഒരു ചെറിയ ഷോപ്പ്, മാച്ച്ലെസ് ഗിഫ്റ്റ് എന്ന് പറയുന്ന കുഞ്ഞി കടയാണ്, അവിടെയാണ് ഈ പ്രസ്ഥാനം തുടങ്ങിയത്. പക്ഷെ പ്രഭുപാദിൻ്റെ വിഷൻ വളരെ വലുതായിരുന്നു. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ലോകം മുഴുവൻ ഈ നാമം പ്രചരിക്കും എന്നുള്ള കാര്യം പ്രഭുപാദിന് അറിയാം. അന്ന് ആ ചെറിയ മാച്ച്ലെസ് ഗിഫ്റ്റ് ഷോപ്പ് വെച്ചുകൊണ്ട് പ്രഭുപാദ് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന പ്രസ്ഥാനം രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അന്ന് തന്നെ ഇവര് പ്രഭുപാദിൻ്റെ മൈൻഡിനകത്ത് അത് ഇന്റർനാഷണൽ സൊസൈറ്റി ആണെന്നുണ്ടായിരുന്നു. ഇന്ന് ലോകം മുഴുവൻ എല്ലാ സ്ഥലത്തും ആൾക്കാർ ഹരിനാമം ജപിക്കുന്നുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മാഷ്ടമി ആഘോഷിക്കുന്നുണ്ട്. ശ്രീമദ് ഭാഗവതം എല്ലാവരും വായിക്കുന്നുണ്ട്. മഹാഭാരതം, രാമായണം എന്നുള്ള എല്ലാ നമ്മുടെ സംസ്കാരം തന്നെ പാശ്ചാത്യ ദേശത്ത് എത്തിച്ചു കൊടുത്തത് ഈ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദാണ്. 12 വർഷം ആക്ച്വലി ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് 1965 അദ്ദേഹം ന്യൂയോർക്കിൽ പോയത്. 1977 അദ്ദേഹം ഈ ഇഹലോകം വിട്ട് ഭഗവാൻ ലോകത്തിലോട്ട് തിരിച്ചു പോയി. വെറും 12 വർഷം കൊണ്ട് 72 വയസ്സായ ഒരു വ്യക്തിയാണ്. 72 വയസ്സിലാണ് പ്രഭുപാദ് ആരംഭിച്ചത് ഈ പ്രസ്ഥാനം. ഇമാജിൻ ചെയ്യാനേ സാധിക്കില്ല. 72 വയസ്സായ ഒരു വ്യക്തി 12 വർഷം കൊണ്ട് ലോകത്തിനെ 14 പ്രാവശ്യം ചുറ്റി ഈ പ്രസ്ഥാനം പ്രചരിപ്പിച്ചു. ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം പ്രചരിപ്പിച്ചു. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവാണ് ഈ നാമം ഭഗവാന്റെ ലോകത്തിൽ നിന്ന് താഴെ കൊണ്ടുവന്നിരുന്നാലും ചൈതന്യ മഹാപ്രഭു ഭാരതത്തിൽ ഭഗവാന്റെ അവതാരം തന്നെയായിരുന്നാലും അദ്ദേഹം എല്ലായിടത്തും ഇത് വിനിയോഗം ചെയ്തിരുന്നാലും പാശ്ചാത്യ ദേശത്ത് ആൾക്കാരുണ്ടായിരുന്നു. ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കാലത്ത് എൻ്റെ സേനാധിപതി ഭക്ത അദ്ദേഹം വന്നിട്ട് ലോകത്തിലെ എല്ലാവർക്കും ഹരിനാമം വിതരണം ചെയ്യുമെന്ന് പറഞ്ഞു. അത് സത്യമാണ്. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് 12 വർഷം കൊണ്ട് ലോകത്തിലെ എല്ലായിടത്തും ഹരിനാമത്തിനെ എത്തിച്ചു കൊടുത്തു. അദ്ദേഹം ഒരു എംപവേർഡ് ആചാര്യ എന്ന് പറയും. ശക്തി കൊടുത്ത് അയച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറയും. കാരണം ശ്രീമദ് ഭാഗവതത്തിനെ ആദ്യമായി ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദാണ്. ഒരു ബുക്ക് ട്രാൻസ്ലേഷൻ ചെയ്യണമെങ്കിൽ 1 വർഷം മിനിമം എടുക്കും. പക്ഷെ പ്രഭുപാദ് 12 വോളിയമുള്ള ഈ ശ്രീമദ് ഭാഗവതത്തിനെ ട്രാൻസ്ലേറ്റ് ചെയ്തു. അതുകൂടാതെ 9 വോളിയമുള്ള ചൈതന്യ ചരിതാമൃതം എന്നുള്ള ബുക്കിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഭഗവത്ഗീത 1 വോളിയം ചെയ്തു. 400 കണക്കിന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതുകൂടാതെ പ്രഭുപാദ് ഡെയിലി ലെക്ചേഴ്സ് മോർണിംഗ് ആൻഡ് ഈവനിങ് 2 ടൈം ലെക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും പാചകം എങ്ങനെ ചെയ്യണം, സാരി എങ്ങനെ കൊടുക്കണം, ഹാർമോണിയം എങ്ങനെ വായിക്കണം, മൃദംഗ വായിക്കണം. അപ്പോൾ ഈ സമയം എവിടെ നിന്ന് കിട്ടുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഡെയിലി 1 മണിക്കൂർ 8 മണിക്കൂർ മാത്രമേ പ്രഭുപാദ് വന്നുള്ളൂ.
ഇത് സാധാരണ ഒരു വ്യക്തി സാധിക്കുന്ന കാര്യമേയല്ല. അങ്ങനെ പ്രഭുപാദ് അമാനുഷ്യമായ കാര്യമാണ് ലോകത്തിന് സമ്മാനിച്ചത്. ഇനി എല്ലാവരും ശ്രീമദ് ഭാഗവതത്തിലെ കാര്യങ്ങൾ സംസാരിക്കും, അന്തേ നാരായണസ്തുതി ഭഗവാനിലേക്ക് എത്തിപ്പെടണം എന്ന് പറയും. പക്ഷെ ജീവിതത്തിൽ പ്രത്യക്ഷമായിട്ട് ഭഗവാനിൽ എങ്ങനെ എത്തിപ്പെടാം എന്ന് കാണിച്ചു തന്ന ഒരു മഹാത്മാവാണ്. എല്ലാവരും ഇന്ത്യയിൽ അസുഖമായിട്ട് വരുമ്പോൾ അമേരിക്കയിൽ പോയി മരിക്കും, ഹോസ്പിറ്റലിൽ പോയി മരിക്കുന്നത് മിക്ക ഇന്ത്യയിലൊക്കെ. പക്ഷെ പ്രഭുപാദ് അമേരിക്കയിൽ വരുന്ന വ്യക്തി ഇന്ത്യയിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ വീട്ടില്ല, ശിഷ്യന്മാർ വീട്ടില്ല, ആരും വീട്ടില്ല. ഒരു ശിഷ്യന്റെ സഹായത്തോടു കൂടി ആരും അറിയാതെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്ത് വന്നിട്ട് പ്രഭുപാദ് ഇന്ത്യയിൽ വന്ന് വെറുതെ ഇരുന്നില്ല. ആ 3 ദിവസം ഫുൾ വൃന്ദാവനം തന്നെ പ്രഭുപാദ് പരിക്രമം ചെയ്തു. ഒട്ടും വയ്യ, ആരെയും ഓർമ്മയില്ല. പക്ഷെ പ്രഭുപാദ് പരിക്രമം ചെയ്തു. മരിക്കുന്ന മുമ്പും അതേ സമയം വരെ പ്രഭുപാദ് ശ്രീമദ് ഭാഗവതം ട്രാൻസ്ലേറ്റ് ചെയ്തു. അതായത് ഒരു ഓർമ്മയില്ല, ശിഷ്യന്മാരെ പോലും ഓർമ്മയില്ല. പക്ഷെ ശ്രീമദ് ഭാഗവതം മാത്രം ഡിക്റ്റാഫോണിൽ പ്രഭുപാദ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ അത്രയും കൃഷ്ണാവബോധമായിരുന്നു. അതേപോലെ എല്ലാവരും നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രഭുപാദ് ഈ ലോകം വിട്ട് ഭഗവാന്റെ ലോകത്തോട്ട് പോയി. അപ്പോൾ പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണിച്ചു തന്നു എങ്ങനെയാണ് ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോകാം. അപ്പോൾ നമ്മുടെ ഒരു ശരിക്കും ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദിന് വേണ്ടിയിട്ട് ഇനി ഒരു വലിയൊരു നമുക്ക് ഒരു സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത്. ആ വലിയൊരു മഹത്തായ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇന്ന് ഈ പരിപാടിയിലേക്ക് ഉദ്ഘാടന പ്രഭാഷണത്തിനായി ബഹുമാനപ്പെട്ട കൗൺസിലർ പൂർണിമ സുരേഷ് അവരുടെ ഞാൻ ക്ഷണിക്കുന്നു.